ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 225 സെഷൻ ആണല്ലോ ഇത്. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 65-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 11-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കണ്ടു നിർത്തിയത്. വരി കടന്നു വരാം. വലിയ ആത്മീയ ദാഹത്തിലും ഹർഷ പാരവശ്യത്തിലും ആനന്ദ അനുഭവത്തിലും ആയിരിക്കുന്ന അവസ്ഥയിലെത്തിയ വ്യക്തികൾക്ക് പോലും അതിൻ്റെ ഇടയിൽ വളരെ സ്വാഭാവിക ദൗർബല്യത്തിൻ്റെതായ ചിന്തകൾ കടന്നു വരാമെന്നുള്ളത് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ചില മുന്നറിയിപ്പ് നൽകുകയാണ്. ആത്മാവ് മേൽപ്പറഞ്ഞ അവസ്ഥയിലായിരിക്കെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുമെന്ന നിലയിൽ ഞെരുക്കം അനുഭവിക്കുക നിമിത്തം മരണത്തിന് വേണ്ടി അങ്ങനെ ആവേശം പൂണ്ടിരിക്കുന്ന ചില അവസരത്തിൽ അവൾ ഉത്കണ്ഠാഭരിതയാവുകയും മരണം സംഭവിക്കാതിരിക്കത്തക്ക വിധം ആ വേദന അല്പമൊന്ന് ശമിച്ചാൽ കൊള്ളാമെന്ന് ആശിക്കുകയും ചെയ്തു പോയേക്കും. അങ്ങനെയുള്ള ഉത്കണ്ഠ സ്വാഭാവികമായ ബലഹീനതയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് സ്പഷ്ടമത്രേ എന്ന് മനസ്സിലാക്കണം. നേരെ മറിച്ച് അവിടെ അഭിലാഷം അവിടെ വിട്ടുമാറുകയില്ല. സൃഷ്ടി പറയുകയാണ്, ഏലിയാ പ്രവാചകൻ പേടിച്ചോടി ഹോറബിലെ പൊത്തിൽ ഒളിച്ചിരിക്കുകയാണ് പാറയുടെ ഗുഹയിൽ. അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നു, നീ അവിടെ എന്ത് ചെയ്യുന്നു? അപ്പൊ ഏലിയായുടെ മറുപടി, ഞാൻ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇപ്പൊ സ്വാഭാവികമായ മാനുഷികമായ ദൗർബല്യവും പേടിയെല്ലാം വന്നിട്ട് ഓടിയെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ തീഷ്ണതയുടെ കത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ മദ്രസ പറയുകയാണ്, ഈ സഹനത്തിന്റെ ഇടയിൽ ചിലപ്പോൾ ഒന്ന് മരണം സംഭവിച്ചേക്കും എന്ന അവസ്ഥയിൽ മരിക്കണ്ടായിരുന്നു, ഏതായാലും കുറഞ്ഞായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയെന്ന് വരാം. എങ്കിൽ പോലും ഉള്ളിൽ ദൈവത്തിനോടുള്ള ആഗ്രഹം ഒരിക്കലും മാറുകയില്ല, അവളുടെ അഭിലാഷം അവളെ വിട്ടു മാറുകയില്ല. അതേസമയം ഈ പരിഭ്രമം ഒന്ന് അവസാനിപ്പിക്കാൻ യാതൊരു മാർഗം അവൾ കണ്ടെത്തുകയുമില്ല. അതൊരു വല്ലാത്ത ഞെരുക്കമാണ്. ഒരു വശത്ത് ആഗ്രഹം, മറുവശത്ത് മരിച്ചേക്കോ എന്നുള്ളൊരു പരിഭ്രമം. ഒടുവിൽ കർത്താവ് തന്നെ അതിന് ഉപശാന്തി നൽകും. എന്താണ് സംഭവം? സാധാരണമായി ആനന്ദ പാരവശ്യമോ ദർശനമോ ആയിരിക്കും അതിന് അവിടുന്ന് സ്വീകരിക്കുന്ന ഉപാധി. ഇങ്ങനൊരു അവസ്ഥയിൽ അങ്ങ് ഞെരുങ്ങി നീങ്ങുമ്പം അതിനൊരു ഫ്രീഡം, ഒരു ചേഞ്ച് തരുന്ന എങ്ങനെയാണ്? ഒരാനന്ദ പാരവശ്യം, ഒരു ദർശനം കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഈ ഒരു ക്ലേശത്തിന്റെ അവസ്ഥ പെട്ടെന്ന് അങ്ങോട്ട് ഊരിക്കിട്ടും, മാറിക്കിട്ടും. സാക്ഷാൽ ആശ്വാസദായകനായ അവിടുന്ന് അവിടെ അങ്ങനെ സാന്ത്വനപ്പെടുത്തുകയും തൽഫലമായി അവിടുന്ന് തിരുമനസ്സാകുന്നിടത്തോളം ജീവിതം തുടരാൻ അവൾ സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴേക്കും മരിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഇപ്പൊ തന്നെ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടേച്ചിട്ട് ദൈവം തിരുമനസ്സാകുന്നിടത്തോളം ഞാൻ ഈ ഭൂമി കഴിഞ്ഞു കൊള്ളാം, ഈ വേറെ ഓരോ ആഗ്രഹവും ഇല്ല, സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വിട്ടുകൊടുക്കലൊരു അവസ്ഥയിലേക്ക് അവിടെ പെട്ടെന്ന് തന്നെ വരാൻ ഇടവരികയും ചെയ്യും. നമ്മൾ പറയുകയാണ് 10-ാമത്തെ ഖണ്ഡിക, അതീവ ക്ലേശകരമായ ഒരു യജ്ഞമാണ് ഇത് എങ്കിലും സവിശേഷ സൽഫലങ്ങൾ ആത്മാവിന് സിദ്ധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടെ പോകുന്നതിന് എന്താ മെച്ചം എന്ന് ചിലപ്പോൾ ശങ്ക തോന്നാൻ എത്രയോ കഷ്ടപ്പാട് സഹിക്കേണ്ട ആവശ്യമുണ്ടോ? സവിശേഷ സൽഫലങ്ങൾ ഉണ്ടായി മദ്രസ്യ ഈ ഖണ്ഡികയിൽ പറയുകയാണ്. തുടർന്നുണ്ടാകാവുന്ന കഷ്ടതകൾ നിർഭയം നേരിടാൻ അവൾ സന്നദ്ധയാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ധൈര്യം കിട്ടും, ഏത് ക്ലേശം സഹിക്കാനുള്ള ധൈര്യം കിട്ടും. അതൊരു സൽഫലം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ തരണം ചെയ്ത് കഴിഞ്ഞ് അത്യുത്കടമായ സഹനങ്ങളോട് തുലനം ചെയ്യുമ്പോൾ ഭാവിയിൽ സംഭവിക്കാവുന്നത് എന്തും കേവലം നിസ്സാരമെന്നേ തോന്നുകയുള്ളൂ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടി കയറുന്ന കർണന്മാർ പറയും എന്ന് പറഞ്ഞവർ ഇങ്ങനെയുള്ള സഹനത്തിൽ കൂടെ കടന്നു വരുന്നൊരു വ്യക്തിക്ക് പിന്നെ ലോകത്തിൻ്റെതായ ക്ലേശങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ അതൊന്നുമല്ല. അതേപോലെ ഒരു സങ്കടവും ഇല്ല, വിഷമവും ഇല്ല, പരിഭ്രാന്തിയില്ല. സിദ്ധിച്ചു കഴിഞ്ഞ പ്രയോജനം ഓർക്കുമ്പോൾ അവയെല്ലാം വീണ്ടും അനേകം പ്രാവശ്യം സഹിക്കാൻ അവൾ സന്നദ്ധ പ്രകടിപ്പിക്കും. അൽഫോൻസാമയുടെ ജീവിതത്തിലെ സംഭവം ഓർമ്മ വരികയാണ്. പാരവശ്യം എല്ലാം പോലെ വല്ലാണ്ട് വിഷമിക്കുന്ന അൽഫോൻസാമയുടെ മദർ ഒരിക്കലും പറയുന്നതായിട്ട് വായിക്കുന്ന റിവരുത്തത്തിൽ, ഈ വേദനയെ പരവേശം ഒന്ന് കുറച്ച് കെട്ടാനായിട്ട് നീ ദൈവത്തിനടുത്ത് പ്രാർത്ഥിച്ചേ. അൽഫോൻസാമ പറയുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നുന്നില്ല, പരവേശം വരുമ്പോൾ വാവിട്ട് കാറും കിടന്ന് പൊളയും, അതെല്ലാം ശരിയാ, സഹിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും അത് മാറ്റിക്കിടാനായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ കാരണം എന്താ? അത് കഴിയുമ്പോൾ ദൈവം നൽകുന്ന ആത്മീയ ആശ്വാസം, മാധുര്യം, ദൈവ സാന്നിധ്യം, അത് ഓർക്കുമ്പോൾ ഈ ക്ലേശം ഒന്നും ഒരു ക്ലേശമല്ല. അതുകൊണ്ട് ഈ ക്ലേശം മാറ്റിക്കിട്ടാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന അൽഫോൻസാമ എഴുതിയിട്ടുണ്ട്, പറയുന്നത്
ഇവിടെ റോബർട്ട് സച്ചന്റെ അൽഫോൻസ അഥവാ സഹന സ്നേഹബലി എന്നുള്ള പുസ്തകത്തിൽ അത് കാണാം. എന്ന് പറഞ്ഞ പോലെയാണ്, സിദ്ധിച്ചു കഴിഞ്ഞ പ്രയോജനം ഓർക്കുമ്പോൾ അവയെല്ലാം വീണ്ടും അനേകം പ്രാവശ്യം സഹിക്കാൻ സന്നദ്ധ പ്രകടിപ്പിക്കും. എന്നാൽ ഒരു വിധത്തിലും അത് സാധ്യമല്ല. ഇനി സഹിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്ന സഹനം വരുമോ? ഈ ദാഹത്തിന് ഞെരുക്കം വരുമോ? ഈ ആഗ്നേയ അസ്ത്രം ഒന്ന് പതിക്കുവോ? ഇല്ല. അത് ഒരു വ്യക്തിയുടെ സ്വന്തം തീരുമാനം വെച്ച് വരുന്ന കാര്യമല്ല. എന്നാൽ യാതൊരു വിധത്തിലും സാധ്യമല്ല. കർത്താവ് തിരുമനസ്സാകുന്ന വരെയും അതിലേക്ക് പിന്തിരിയുവാൻ മാർഗമൊന്നുമില്ല. കർത്താവ് പിന്നെ അത് ചിലപ്പോൾ മാസങ്ങൾ തന്നില്ലെന്ന് വരും, വർഷങ്ങൾ തന്നില്ലെന്ന് വരും. ഒരു മാർഗവുമില്ല അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അവ കൈവരുമ്പോൾ തടയുവാനോ അകറ്റുവാനോ സാധിക്കില്ലല്ലോ. ദൈവം തരുമ്പോഴോ തരുമ്പോഴോ മാറ്റാനും പറ്റുകയില്ല. അങ്ങനത്തെ ഒരു നമ്മളുടെ സ്വാധീനവും കൺട്രോളും എല്ലാം പൂർണ്ണമായിട്ട് മാറി. അതാണ് മിസ്റ്റിക്കൽ അനുഭവത്തിന്റെ പ്രത്യേകത. ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കുന്നത്, ദൈവമാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് നമ്മുടെ പ്രയത്നം കൊണ്ട് അവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല. അവ കൈവരുമ്പോൾ തടയുവാനോ കാറ്റുവാനോ സാധിക്കില്ലല്ലോ. ആത്മാവിന് ലോകത്തോട് മുമ്പത്തേക്കാൾ വെറുപ്പുണ്ടായിരിക്കും. വെറുപ്പെന്ന് പറയുന്നത് ഒരു തിന്മയുടെ വെറുപ്പല്ല, മറിച്ച് ഡിറ്റാച്ച്മെന്റ്. ലോകത്തിനോടുള്ള ഒരു താല്പര്യവും ഇല്ല, എല്ലാം മാറ്റിവെച്ച് അങ്ങനെ ആയിരിക്കണം. ഭൗമികമായി യാതൊന്നും ആ ക്ലേശങ്ങളുടെ മധ്യത്തിൽ ഉപകാരപ്രദമായിരുന്നില്ലെന്നാണല്ലോ അവരുടെ അനുഭവം. ഒരു ന്യായവും പറയുകയാണ്, ഭൂമിയിലുള്ള ഏത് കാര്യവും ഏത് ആശ്വാസം ഒന്നും അവർക്കൊരു ആശ്വാസം നൽകുവാനായിട്ട് സഹായിക്കുന്നതായിരുന്നില്ല. ഈ ഒരു ആത്മീയ സഹനത്തിന്റെ നിമിഷങ്ങളിൽ ഒന്നിനെ കൊണ്ടും ആശ്വാസം പകരാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഇതൊക്കെ ഇത്ര ഉള്ളൂ എന്നുള്ള വലിയൊരു ബോധ്യം അവിടെ നല്ലപോലെ കിട്ടുകയാണ്. അവിടെ അനുഭവം ഭൗമികമായി യാതൊന്നും ആ ക്ലേശങ്ങളുടെ മധ്യത്തിൽ ഉപകാരപ്രദമായിരുന്നില്ലെന്നാണല്ലോ അവരുടെ അനുഭവം. സൃഷ്ടികളിൽ നിന്ന് അവൾ പൂർവോപരി വിയുക്തയായിരിക്കും, ഡിറ്റാച്ച്ഡ് ആയിരിക്കും. നിസ്സംഗത വെച്ചാൽ ഒന്നിനോടുള്ള ആസക്തി, താല്പര്യം, ആഗ്രഹം ഒന്നും ഉള്ളിലില്ല. എല്ലാത്തിലും നമ്മുടെ ഉള്ളിൽ മോചനം പ്രാപിച്ച അവസ്ഥയിലാണ്. ആത്മീയമായ ആശ്വാസവും സമ്പുഷ്ടിയും പ്രദാനം ചെയ്യാൻ സൃഷ്ടാവിന് മാത്രമേ കഴിയൂ. ലോകത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയ ദൈവത്തിന് മാത്രമേ അവൾക്ക് ആവശ്യമുള്ള തരാൻ പറ്റുള്ളൂ എന്ന് അവൾക്ക് അറിയാമല്ലോ. അവിടുത്തെ ദ്രോഹിക്കാതിരിക്കാൻ അവൾ അതീവ ശ്രദ്ധാലുവായിരിക്കും. അത് അടുത്തൊരു സൽഫലമാണ്. നമ്മൾ നേരത്തെ തന്നെ പറയുകയാണ്, ഇങ്ങനെ സൽഫലങ്ങൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. ഒരു തരത്തിലും ദൈവത്തെ വേദനിപ്പിച്ച് ദൈവത്തിന്റെ മക്കൾ അകന്നു പോകാൻ ഇടവരരുതേ എന്നുള്ള വലിയ ജാഗ്രത ഉണ്ടായിരിക്കും. സമാശ്വസിപ്പിക്കുവാൻ എന്നോണം പീഡിപ്പിക്കുവാനും അവിടത്തേക്ക് കഴിവുണ്ടെന്ന് അനുഭവത്തിൽ തന്നെ അവൾക്ക് അറിയാമല്ലോ. എനിക്ക് ആശ്വാസം നൽകാൻ അവിടത്തേക്ക് സാധിക്കും, എനിക്ക് ആവശ്യമുള്ള ആശ്വാസം മുഴുവൻ തരാൻ പറ്റും. അവിടുന്ന് തന്നെ അവിടെ ക്ലേശം അനുവദിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സമ്പൂർണ്ണ വിട്ടുകൊടുക്കുന്ന വിധേയത്തിലേക്ക് അവിടെ വരികയാണ്. 15-ാമത്തെ ഖണ്ഡിക. ഈ ആധ്യാത്മിക മാർഗത്തിലുള്ള രണ്ട് സംഗതികൾ മരണഹേതുകമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് കാര്യങ്ങൾ മരണം വരെ വരുത്തി വെക്കാവുന്നത്ര ഗൗരവമാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഇവിടെ വിവരിച്ചു കഴിഞ്ഞ ആധി, ഇതുപോലെയുള്ള ആഗ്നേയ അസ്ത്രം തറച്ചിട്ട് വരുന്ന ആധി, അങ്ങനെ ഒട്ടും അവഗണിച്ചു കൂടാത്ത ഒരു മഹാവിപത്താണത്. അത് അപകടകരവുമാണ്, മരണത്തിലേക്ക് കൊണ്ടുപോകാം. മറ്റത് അമിതമായ സന്തോഷവും ആഹ്ലാദവും, തമ്പുരാന്റെ സാന്നിധ്യം സമീപം കിട്ടുമ്പോൾ ഹർഷോന്മാദം, ആനന്ദ പാരവശ്യം, അങ്ങനെ മൂർച്ഛയില് ബോധമില്ലാതെ അമദ്രശ്യ കടന്നിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇത് രണ്ടും ഒരുത്ത് പറഞ്ഞ മരണത്തിലേക്ക് നയിക്കാവുന്നതാണ് എന്ന് തിരിച്ചറിയണം. ആത്മാവ് യഥാർത്ഥത്തിൽ അബോധ അവസ്ഥയിലായി തീരുന്നെന്ന് തോന്നുമാറ് അത് അത്രമാത്രം അതിന് കടന്നു പോകാറുണ്ട്. അബോധാവസ്ഥയിലേക്ക് പോയി തോന്നാൻ മാത്രം ഈ ആനന്ദവും ഈ വ്യഥയും രണ്ടും ഒരുപോലെ ആളിനെ ബോധം കെടുത്താം. അതുപോലെ ആനന്ദം വന്നിട്ട് ബോധം കെട്ട് വീഴുന്നു, വ്യഥ വന്നിട്ട് ബോധം കെട്ട് വീഴുന്നു. ശരീരത്തിൽ നിന്ന് വേർപിരിയുവാൻ ലഘുവായ ഒരു തന്തു മാത്രമേ ശേഷിക്കുന്നുള്ളൂവെന്ന് തോന്നിപ്പോകും. ഒരു നിസ്സാരമായൊരു നൂൽ ബന്ധമുള്ളതങ്ങ് പൊട്ടി ഇപ്പൊ പോയേക്കും തോന്നിപ്പോകും ജീവൻ പോകാൻ. ആ ബന്ധം കൂടി ശിഥിലമായാൽ അവൾക്ക് സിദ്ധിക്കുന്ന ഭാഗ്യം നിസ്സീമമായിരിക്കും. സഹോദരിമാരെ, ധീരത അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ പറഞ്ഞത് ന്യായയുക്തമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിരിക്കുമല്ലോ. ആദ്യം തന്നെ പറയുന്നത് വലിയ ധീരത ആവശ്യമുള്ള കാര്യമാണ് ആത്മീയ ജീവിതം. ഇങ്ങനെയുള്ള അനുഭവത്തിനിടയിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങാനായിട്ട് ധൈര്യം വേണം എന്ന് പറയുകയാണ്.
കർത്താവിനോട് നിങ്ങൾ ഈ വക കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം, ആഗ്രഹിക്കാം. പക്ഷെ അത് തപ്പി പോകണ്ട. നേരത്തെ പറഞ്ഞിട്ടുണ്ട് മദ്രസ്യ, തപ്പി പോകണ്ട. പക്ഷെ നമുക്ക് ചോദിക്കാം, ആഗ്രഹിക്കാം. അതിനപ്പുറം അത് തപ്പി കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് ചോദിച്ച് അങ്ങനെ പോകരുത്. നമുക്ക് ആഗ്രഹിക്കാം. ചോദിക്കുമ്പോൾ സബദിയുടെ പുത്രന്മാർക്ക് അവിടെ നൽകിയ കാസ കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന പ്രത്യുത്തരം നിങ്ങൾക്ക് നൽകുന്നത് അനുചിതമെന്ന് നിങ്ങൾ കരുതുകയില്ലല്ലോ. അതാ 22-27 നമ്മൾ വായിക്കുന്നത്, ഞാൻ നൽകുന്ന കാസ പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പം വലിയ സൗഭാഗ്യങ്ങൾക്ക് ഒരു സഹനത്തിലൂടെയുള്ള വില കൊടുക്കൽ ആവശ്യമുണ്ട്. കുരിശ് ഇല്ലാതെ കിരീടമില്ല. അപ്പൊ അങ്ങനെ മറിച്ച് ചോദിക്കുന്നു. അപ്പൊ അത് ഉചിതമാണ് എന്ന് അമൃതസ്യ പറയുകയാണ് ചോദ്യം. കാരണം ദൈവസായുജ്യം ഏടസനത്തിന്റെ അനുഭവത്തിലേക്ക് കയറി വരാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കയ്പുള്ള കാസ കുടിച്ചതിന് കയറി വരണം. 12 ഖണ്ഡിക, സഹോദരിമാരെ, നാം എല്ലാവരും ഞങ്ങൾക്ക് കഴിയുമെന്ന് മറുപടി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിയുമെന്ന് മറുപടി ആയിരിക്കും നമ്മളെല്ലാം കൊടുക്കുക, സബദിപുത്രന്മാരെ പോലെ. നമുക്ക് അതിന് ഉത്ബോധനങ്ങൾ ധാരാളമുണ്ട്, കാരണങ്ങളുണ്ട്. പിന്തുണ ആവശ്യമെന്ന് കാണുന്നവർക്ക് കർത്താവ് തന്നെ അത് നൽകും. അത് മതി, കർത്താവ് സപ്പോർട്ട് ചെയ്യും. ഹിംസകളിലും പെരുവിറുപ്പുകളിലും എല്ലാം മഗ്ദലനയ്ക്ക് വേണ്ടി ചെയ്ത പോലെ അവിടുന്ന് ഈ ആത്മാക്കളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി മറുപടി പറയുകയും ചെയ്തുകൊള്ളും. ലൂക്ക 7:44, പാപനിയായ സ്ത്രീ പ്രീശനായ ശെമയോന്റെ വീട്ടിൽ ഈശോ ഭക്ഷണിരിക്കുന്ന അറിഞ്ഞുകൊണ്ട് അവിടെ എത്തുന്ന സംഭവമാണ്. അപ്പൊ ശെമയോൻ പിറുപിറുത്തു ആ സ്ത്രീക്കെതിരെ. അപ്പോൾ ഈശോ ആ സ്ത്രീയെ ഏൽപ്പിച്ചു വിടുകയല്ല ചെയ്യുന്നത്, വഴക്ക് പറയുകയല്ല ചെയ്യുന്നത്. ശെമയോനോട് അവക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് സംസാരിച്ചു. അവൾ ചെയ്യുന്ന ന്യായീകരിച്ചുകൊണ്ട് പാദം ചുംബിച്ചിട്ട് കിടക്കുകയാണ് അവള്. അത് ഈശോ അനുവദിച്ചു. മാത്രമല്ല ആരും അവളെ ഉപദ്രവിക്കാൻ സമ്മതിച്ചില്ല, കുറ്റപ്പെടുത്താൻ നിന്ദിക്കാൻ അനുവദിച്ചുമില്ല. അങ്ങനെ ഈശോ അവക്ക് വേണ്ടി നിലകൊണ്ടു. അതുപോലെ നമ്മൾ ഈശ്വര പക്കലേക്ക് ചെന്ന് വീഴുമ്പോൾ, മുറുക്കെ പിടിക്കുമ്പോൾ നമുക്ക് വേണ്ടി അവിടുന്ന് നിലകൊള്ളും, നമ്മളെ സംരക്ഷിച്ചു കൊള്ളുമെന്നാണ് മദ്രസ പറയുന്നത്. വാക്കുകൊണ്ടല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടായിരിക്കുമെന്നേ ഉള്ളൂ. ദൈവം ഈശോ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പം മറ്റുള്ളവരുടെ പെറുവെറുപ്പുകളോ എതിർപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇവിടെ പ്രീശൻ ശമയോന്റെ ഈശോ മറുപടി കൊടുത്തു. അങ്ങനെ ഇവിടെ മറുപടി കൊടുത്തു വരിക നമ്മുടെ കാര്യത്തില്. പക്ഷെ പ്രവൃത്തി കൊണ്ട് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും, എൻ്റെ പ്രിയപ്പെട്ടവരെ തൊട്ടു പോകരുത്, അവരെ നിന്ദിക്കാനും പരിഹസിക്കാനും തകർക്കാനും ആരെ സമ്മതിക്കില്ല എന്നുള്ള ഒരു അവസ്ഥ. സാവൂലിനോട് ഈശോ പറഞ്ഞില്ലേ, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. അപ്പം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ അത് ഈശോയാണ് ഇടപെടുന്നത്. അവിടെ ചോദിക്കുന്നത് ഈശോയാണ് സാവൂലിനോട്. ക്രിസ്ത്യാനികളുടെ പാവപ്പെട്ടവരൊന്നും അറിയുന്നില്ല, പക്ഷെ ഈശോ ഇടപെടുകയാണ്, ചോദിക്കുകയാണ്, തട്ടിമറിച്ചിടുകയാണ്, സാവൂലിനെ സ്വന്തമാക്കി എടുക്കുകയാണ് എന്ന് പറഞ്ഞവരെ പ്രവൃത്തി കൊണ്ട് ദൈവം ഇടപെട്ടെന്ന് വരും. അവസാനം മരണത്തിന് മുമ്പ് തന്നെ എല്ലാറ്റിനും ഒന്നിച്ച് അവർക്ക് പ്രതിസമ്മാനം ലഭിക്കുകയും ചെയ്യും. അതിൻ്റെ വിവരം അടുത്തതായി നിങ്ങൾക്ക് ലഭിക്കും അടുത്ത അധ്യായത്തിന്. അവിടെ എന്നേക്ക് സ്തുതിക്കപ്പെടട്ടെ, സകല സൃഷ്ടികളും അവിടുത്തെ മഹിമ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് 6-ാം സനത്തെക്കുറിച്ചുള്ള 11-ാമത്തെ അധ്യായം മദ്രസ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ 6-ാം സനത്തിന്റെ വിവരണം പൂർത്തിയായി. അടുത്ത നമ്മൾ 7-ലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.